ഇന്ത്യ ഔദ്യോഗികമായി പാസ്പോർട്ട് ഇലക്ട്രോണിക് പാസ്പോർട്ട് പുറത്തിറക്കി. സാധാരണ പാസ്പോർട്ടിന്റെ സാങ്കേതികമായ ഉയർന്ന ഒരു പതിപ്പാണ് ഇത്. സുരക്ഷ വർദ്ധിപ്പിക്കാനും ഐഡന്റിറ്റി പരിശോധന എളുപ്പമാക്കാനും ഇലക്ട്രോണിക് സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുത്ത നഗരങ്ങളിലാണ് ഇപ്പോൾ പാസ്പോർട്ട് ലഭ്യമാകുന്നത്. 2025 അവസാനത്തോടെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലേക്കും ഈ സേവനം വ്യാപിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം MEA വ്യക്തമാക്കി. എന്താണ് പാസ്പോർട്ട്? പരമ്പരാഗത പാസ്പോർട്ട് ബുക്ക്ലെറ്റിനൊപ്പം റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും പിൻ കവറിനുള്ളിൽ ആന്റിനയും പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോകളും വിരലടയാളങ്ങളും ഉൾപ്പെടെയുള്ള ഉടമയുടെ വ്യക്തിഗത ബയോമെട്രിക് വിവരങ്ങൾ ഈ ചിപ്പ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ഇത് ഇമിഗ്രേഷൻ കൗണ്ടറുകൾ വേഗത്തിലും വിശ്വസനീയമായും തിരിച്ചറിയൽ പരിശോധന നടത്താൻ സഹായിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2024 ഏപ്രിൽ 1 ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ PSP പതിപ്പ് 2.0 പ്രകാരമാണ് ഈ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. പാസ്പോർട്ടുകളുടെ പ്രധാന ഗുണങ്ങൾ മെച്ചപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതും ഡേറ്റയിൽ കൃത്രിമത്വം, വ്യാജരേഖ ചമയ്ക്കൽ, സ്വത്ത് അപഹരണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പാസ്പോർട്ടുകൾ ചിപ്പ് പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ PKI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. പാസ്പോർട്ടുകൾ ഓട്ടോമേറ്റഡ് ഗേറ്റുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നു. ക്ലിയറൻസ് വേഗത്തിലാക്കുകയും മാനുവൽ പരിശോധനകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. എംബഡ് ചിപ്പ് അന്താരാഷ്ട്ര പ്രോട്ടോകോൾ പിന്തുടരുന്ന ഇത് ആഗോള അധികാരികൾക്ക് പാസ്പോർട്ടിന്റെ ആധികാരികത പരിശോധിക്കുന്നത് എളുപ്പമാക്കുകയും വ്യാജരേഖകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പാസ്പോർട്ടുകൾ അച്ചടിച്ചതും ഡിജിറ്റൽ ഒപ്പിട്ടതുമായതിനാൽ ഇത് കൂടുതൽ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നതും വ്യാജമായി നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാകുന്നു. ഈ സംവിധാനങ്ങൾ വേഗത്തിലുള്ള ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് സാധ്യമാകുന്നു. ഇപ്പോൾ ബയോമെട്രിക് പാസ്പോർട്ട് പരിശോധന പിന്തുണയ്ക്കുന്ന വിമാനത്താവളങ്ങൾ പാസ്പോർട്ടുകൾക്കുള്ള യാത്രയ്ക്ക് ഓട്ടോമേറ്റഡ് ലൈനുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പാസ്പോർട്ടിനെ അപേക്ഷിക്കാനായി സാധാരണ പാസ്പോർട്ടിനെ അപേക്ഷിക്കുന്ന പ്രക്രിയ തന്നെയാണ്. സമാനമായ രീതിയിലാണ് പാസ്പോർട്ടിനും അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പാസ്പോർട്ട് സേവാ പോർട്ടൽ ലോഗിൻ ചെയ്ത് ഫോം പൂരിപ്പിക്കുക. അതിനുശേഷം ഏതെങ്കിലും അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ഷെഡ്യൂൾ ചെയ്യുക. പിന്നീട് ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കുന്നതിനായി അപ്പോയിന്റ്മെന്റ് ദിവസം വ്യക്തിഗതമായി ഹാജരായി ഫോട്ടോ, ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ നൽകുക. നിലവിൽ പാസ്പോർട്ടുകൾക്ക് അപേക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ ജമ്മു, ഗോവ, നാഗ്പൂർ, ഷിംല, ഭുവനേശ്വർ, ഡൽഹി, റാഞ്ചി, സൂററ്റ്, ഹൈദരാബാദ്, ചെന്നൈ, ജയ്പൂർ, അമൃത്സർ, റായ്പൂർ തുടങ്ങിയ നഗരങ്ങളിലെ പ്രാദേശിക പാസ്പോർട്ട് ഓഫീസുകളിലാണ് പാസ്പോർട്ടുകൾ നൽകുന്നത്. വരും മാസങ്ങൾ രാജ്യവ്യാപകമായി പാസ്പോർട്ട് ലഭ്യത വ്യാപിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം പദ്ധതിയിടുന്നു.